ജർമ്മനിയിലെ ബ്ലാക്ക് ഫോറസ്റ്റിനെ അടുത്തറിഞ്ഞ ശേഷം ഞങ്ങൾ യാത്ര തുടരുകയാണ്. ഭൂമിയിലെ സ്വർഗം, സഞ്ചാരികളുടെ പറുദീസ എന്നൊക്കെ അറിയപ്പെടുന്ന പ്രകൃതി സൗന്ദര്യത്താൽ അനുഗ്രഹീതമായ സ്വിറ്റ്സർലാൻഡിലേക്ക്. സ്വിറ്റ്സർലാൻഡിലെ സൂറിച്ചിലാണ് ഞങ്ങളുടെ ഭക്ഷണവും താമസവും. ബ്ലാക്ക് ഫോറസ്റ്റിൽ നിന്ന് 145 കിലോമീറ്ററാണ് ഞങ്ങളുടെ ഹോട്ടലിലേക്കുള്ള ദൂരം. ഏകദേശം 2.5 മണിക്കൂർ റോഡ് യാത്ര. രുചികരമായ 3 കോഴ്സ് ഡിന്നർ കഴിഞ്ഞു. ഇനി വിശ്രമം. യൂറോപ്പിലെ ഒരു ദിവസം കൂടി അവസാനിക്കുകയാണ്. ഹായ്, നമ്മളിപ്പോൾ സ്വിറ്റ്സർലാൻഡിലെ റൂമിലാണുള്ളത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ശേഷം റൈൻ ഫോൾസ് കാണാൻ പോകും. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ കാണാം. ഹോട്ടലിലെ റിസപ്ഷൻ. വൈവിധ്യമാർന്ന ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡിയാണ്. എല്ലാവരും കഴിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. താമസിക്കുന്ന ഹോട്ടലുകളിലെല്ലാം തന്നെ ധാരാളം ഇന്ത്യൻ ടൂറിസ്റ്റുകളെ കണ്ടു. അതിലാണെങ്കിൽ കൂടുതലും മലയാളികളാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ഇനി ഇന്നത്തെ യാത്ര ആരംഭിക്കാം. അടുത്ത ലക്ഷ്യം റൈൻ വാട്ടർഫോൾസ്. യൂറോപ്പിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമാണ് റൈൻ ഫോൾസ്. യൂറോപ്പിൽ പൊതുവെ ധാരാളം സൈക്കിൾ യാത്രികരുണ്ട്. ഒരു സൈക്കിൾ റേസിന് തയ്യാറെടുക്കുന്ന ഒരു കൂട്ടം റൈഡേഴ്സ്. യൂറോപ്പിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമായ റൈൻ ഫോൾസിന് മുന്നിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. വെള്ളച്ചാട്ടത്തിന് സമീപത്തായി ലോഫിൻ കാസലും നമുക്ക് കാണാം. ഇവിടെ കാണുന്ന മറ്റൊരു മനോഹര ദൃശ്യം വെള്ളച്ചാട്ടത്തിന് എതിർവശത്തായുള്ള കണ്ണാടിയിൽ കാണുന്ന റൈൻ ഫോൾസിന്റെ പ്രതിബിംബമാണ്. അടുത്ത യാത്ര ടിറ്റ്ലിസ് കൊടുമുടിയിലേക്കാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 10,623 അടി ഉയരത്തിലാണ് ടിറ്റ്ലിസ്. ടിറ്റ്ലിസിന്റെ കൊടുമുടി സ്നോ ലൈനിന് മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നതുകൊണ്ട് തന്നെ സ്ഥിരമായി മഞ്ഞുമൂടി കിടക്കുന്ന തണുത്തുറഞ്ഞ പ്രദേശമാണിത്. ഏങ്കൽബർഗിൽ നിന്ന് കേബിൾ കാർ വഴിയാണ് ടിറ്റ്ലിസിലേക്ക് പോകുന്നത്. ഏങ്കൽബർഗിലേക്കുള്ള യാത്രയിൽ ഇരുവശത്തും കാണുന്ന സുന്ദര കാഴ്ചകളെല്ലാം തന്നെ കണ്ണെടുക്കാതെ ആസ്വദിക്കുകയാണ് എല്ലാവരും. മനോഹരമായ പുൽമേടുകൾ. ഈ പുൽമേടുകളെല്ലാം തന്നെ സ്വാഭാവികമായി ഉണ്ടായതല്ല. പശുക്കൾക്ക് വേണ്ടി തീറ്റപ്പുല്ല് കൃഷി ചെയ്തതാണിത്. ഇവിടെ ഇത്തരത്തിൽ പുൽമേടുകൾ വെച്ച് പിടിപ്പിക്കുകയും നന്നായി സംരക്ഷിക്കുകയും ചെയ്യുന്ന കർഷകർക്ക് സർക്കാരിൻ്റെ പ്രത്യേക പരിഗണനയും ആനുകൂല്യങ്ങളും ലഭിക്കും. രാജ്യത്തെ ഏറ്റവും സുന്ദരമാക്കാനും ഇവിടുത്തെ ജൈവ വൈവിധ്യം നിലനിർത്താനും വേണ്ടിയാണ് സർക്കാർ ആനുകൂല്യങ്ങൾ നൽകി കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നത്. ദീർഘവീക്ഷണവും ഉൾക്കാഴ്ചയുമുള്ള സർക്കാരും നിയമങ്ങൾ കൃത്യമായി പാലിക്കുന്ന ജനതയും അതാണ് സ്വിറ്റ്സർലൻഡിനെ ഇത്രയും മനോഹരിയാക്കിയത്. ലുസണിൽ നിന്ന് ഏങ്കൽബർഗിലേക്ക് ട്രെയിനിൽ യാത്ര ചെയ്യാനുള്ള റെയിലാണ് ഇവിടെ കാണുന്നത്. നമ്മളിപ്പോൾ ബസ്സിൽ ആൽപ്സ് പർവ്വതത്തിന് മുകളിലേക്ക് കയറുകയാണ്. പുൽമേടുകളിൽ മേയുന്ന പശുക്കൾ. കലണ്ടറുകളിലും മറ്റും കാണുന്ന മനോഹരമായ സീനറി കൺമുന്നിൽ. പുല്ല് വെട്ടി ഭംഗിയാക്കുന്ന കർഷകൻ. ഇവിടെ കാണുന്ന വീടുകൾ കൂടുതലും മരങ്ങൾ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിട്ടുള്ളത്. ശൈത്യകാലത്തേക്ക് വേണ്ടി റോളുകളായി സൂക്ഷിച്ചിരിക്കുന്ന തീറ്റപ്പുല്ല്. ഏങ്കൽബർഗ് റെയിൽവേ സ്റ്റേഷൻ. ടിറ്റ്ലിസ് താഴ്വരയിലെ ഒരു തടാകം. നമ്മളിപ്പോൾ ഏങ്കൽബർഗിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരു ടൗൺഷിപ്പ് ആണ്. വീടുകൾ, ഹോട്ടലുകൾ, ടൂറിസ്റ്റുകൾക്ക് താമസിക്കാനുള്ള റിസോർട്ട്സ് ഇതൊക്കെയാണ് ഇവിടെ കാണുന്നത്.
ടിറ്റ്ലിസിലെ കാഴ്ചകൾ കാണാൻ വരുന്ന ടൂറിസ്റ്റുകളുടെ ബസ് പാർക്കിംഗ് ഏരിയ ആണിത്. നമ്മുടെ ബസ്സും ഇവിടെ പാർക്ക് ചെയ്യുകയാണ്. ടിറ്റ്ലിസിൻ്റെ താഴ്വാരമായ ഏങ്കൽബർഗിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് കേബിൾ കാറിലാണ് മുകളിലേക്ക് പോകുന്നത്. 4 കേബിൾ കാറുകളിൽ കയറിയാണ് ഏറ്റവും ടോപ്പിലെത്തുന്നത്. 4ാമത്തേത് റോട്ടയർ കേബിൾ കാറാണ്. കേബിൾ കാറിലേക്ക് കയറാനുള്ള ഒരു ക്യൂബുണ്ട്. ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. ഞങ്ങളുടെ ടീമിലെ എല്ലാവരും ഇവിടെ ക്യൂബിൽ നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും മൗണ്ട് ടിറ്റ്ലിസിന് കേബിൾ കാറിലേക്ക് കയറാൻ റെഡി ആയിരിക്കുകയാണ്. Get set go. ഇവിടെ ഈ സാധനം ഇതുപോലത്തെ ഒരു സാധനമാണ്. ഇങ്ങനെ ചെരിഞ്ഞിരിക്കുന്ന വണ്ടി പോലത്തെ അത് ഇവിടം വരെ ഒരു വണ്ടിക്ക് പോകും. ഇവിടുന്ന് അടുത്തതിനകത്ത് കയറി വേറെ ഇങ്ങനെ ബസ് പോലത്തെ ഒരു സാധനം പറഞ്ഞത് ഇത് തന്നെ കേബിൾ കാർ തന്നെ, പക്ഷെ ബസ് പോലെ നമ്മളെല്ലാവരും കൂടെ കയറുന്ന ഒരു കേബിൾ കാർ. അതിന് ഇവിടെ സ്റ്റാൻഡിൻ്റെ ഇവിടെ വരെ എത്തും. സ്റ്റാൻഡിൻ്റെ ഇവിടെ നിന്നിട്ട് ഇത് റോട്ടയർ മുകളിലേക്ക് എത്തുന്നത്. ഇതാണ് ഐസ് ഫ്ലയർ എന്ന് പറഞ്ഞിട്ടുള്ള കേബിൾ കാർ. ഞങ്ങളുടെ മുന്നിലായി ധാരാളം പേർ കേബിൾ കാറിൽ കയറാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കുറച്ച് സമയം എന്തായാലും ഇവിടെ നിൽക്കേണ്ടി വരും. എന്നാലും എല്ലാവരും വളരെ എക്സൈറ്റ്മെൻറ്റിലാണുള്ളത്. വളരെ സന്തോഷത്തോടെ നമ്മൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഇവിടെ കുറച്ച് ഷോപ്പിംഗ് സെൻറ്റേഴ്സും കോഫി ഷോപ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് പേര് അവിടുന്ന് എന്തൊക്കെയോ ഷോപ്പിങ്ങും നടത്തുന്നുണ്ട്. ഇവിടെ പല ഭാഷകളിലായി മൗണ്ട് ടിറ്റ്ലിസിലേക്ക് സ്വാഗതം എന്ന് എഴുതി വരുന്നുണ്ട്. വെൽക്കം ടു മൗണ്ട് ടിറ്റ്ലിസ്. നമ്മുടെ ഇന്ത്യൻ ഭാഷയായ ഹിന്ദിയിലും സ്വാഗതം ചെയ്യുന്നുണ്ട്. മൗണ്ട് ടിറ്റ്ലിസ് पर आपका हार्दिक स्वागत है. കേബിൾ കാറിൽ നായ്ക്കൾക്ക് യാത്ര സൗജന്യമാണ്. ഇതാ ഇവിടെ ടിറ്റ്ലിസിലേക്ക് പോകാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന ഒരു ഡോഗ്. അങ്ങനെ നമ്മുടെ 1ാമത്തെ കേബിൾ കാർ എത്തിയിരിക്കുകയാണ്. ഇനി മുകളിലേക്കുള്ള യാത്ര ആരംഭിക്കാം. 40 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന കേബിൾ കാറാണിത്. പുറത്തേക്ക് നോക്കുമ്പോൾ വളരെ മനോഹരമായ കാഴ്ചകൾ കാണാൻ പറ്റുന്നുണ്ട്. ആൽപ്സ് പർവ്വതവും അതിൻ്റെ താഴ്വാരവും കുറേ വീടുകളും. അങ്ങനെ 1ാമത്തെ കേബിൾ കാറിൽ നിന്ന് നമ്മൾ ഇറങ്ങി 2ാമത്തെ കേബിൾ കാറിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ്. ഇതാണ് 2ാമത്തെ കേബിൾ കാർ. അതിമനോഹരമായ കാഴ്ചകളാണ് താഴെ കാണുന്നത്. താഴെയായി പുല്ല് മേയുന്ന പശുക്കൾ, അതുപോലെ കർഷക ഭവനങ്ങൾ. രണ്ടാമത്തെ കേബിൾ കാറിൽ നിന്നും ഇറങ്ങി ഇനി 3ാമത്തെ കേബിൾ കാറിലേക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ 3ാമത്തെ കേബിൾ കാർ. ഇപ്പോൾ മഞ്ഞ് നന്നായി കാണാൻ തുടങ്ങിയിട്ടുണ്ട്. വളരെ മനോഹരമായൊരു കാഴ്ച. ഇനിയിപ്പോൾ 4ാമത്തെ റോട്ടയർ കേബിൾ കാർ. ലോകത്തിലെ ആദ്യത്തെ കറങ്ങുന്ന കേബിൾ കാറാണ് ടിറ്റ്ലിസിലെ റോട്ടയർ. ഈ വരുന്നതാണ് റോട്ടയർ കേബിൾ കാർ. 360 ഡിഗ്രി കറങ്ങുന്നതുകൊണ്ട് മുകളിൽ നിന്ന് എല്ലാ ഭാഗവും വളരെ നന്നായി കാണാൻ പറ്റും. വളരെ സാവധാനത്തിൽ കറങ്ങുന്നതുകൊണ്ട് കറക്കം നമ്മൾ അറിയുന്നില്ല. ഏതായാലും വളരെ മനോഹരമായ കാഴ്ചകളാണ്. താഴെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പച്ചപ്പാണ് കൂടുതൽ കണ്ടത്. പക്ഷെ ഉയരത്തിലേക്ക് പോകുന്നതോറും മഞ്ഞ് മൂടിയ മലനിരകളുടെ ഭംഗി ആസ്വദിക്കാൻ സാധിക്കുന്നു. ഇവിടെ ഒരു ടെലികമ്മ്യൂണിക്കേഷൻ സെൻ്ററായും ഈ മൗണ്ട് ടിറ്റ്ലിസ് പ്രവർത്തിക്കുന്നുണ്ട്.
പിന്നെ ഏറ്റവും മുകളിലെത്തിയാൽ 5 ലെവലാണുള്ളത്. സ്റ്റെപ്സ് ഉണ്ട്, അതുകൂടാതെ ലിഫ്റ്റും ഉണ്ട്. ഫസ്റ്റ് ലെവലിലാണ് നമ്മൾ കേബിൾ കാറിൽ നിന്ന് ഇറങ്ങുക. സെക്കൻഡ് ലെവലിൽ റെസ്റ്റോറൻറ്റ്, ടോയ്ലറ്റ്സ്, ഫസ്റ്റ് എയ്ഡ് അതൊക്കെയാണുള്ളത്. പിന്നെ തേർഡ് ലെവലിലെത്തുമ്പം ചോക്ലേറ്റ് ഷോപ്സ്, ടോയ്ലറ്റ്സ്, പ്രെയർ ഹാൾ. പിന്നെ ഫോർത്ത് ലെവലിൽ നല്ലൊരു പനോരമിക് വ്യൂ കിട്ടുന്ന ഏരിയ ആണ്. പിന്നെ ഫിഫ്ത്ത് ലെവലിലാണ് നമ്മുടെ ഐസ് ഫ്ലെയറും മറ്റ് അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് ഒക്കെ ഉള്ളത്. അപ്പോൾ ഏതായാലും നമ്മളിപ്പോൾ കേബിൾ കാറിൽ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളിപ്പോൾ ഏറ്റവും ടോപ്പിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ലഞ്ച് ഇവിടെയാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 10,000 അടി മുകളിലുള്ള ഈ റെസ്റ്റോറൻറ്റ്. എല്ലാവരും വളരെ ഹാപ്പിയാണ്. ഏതായാലും ഇതൊരു നല്ലൊരു അനുഭവമാക്കി മാറ്റാൻ തന്നെയാണ് എല്ലാവരും തയ്യാറായിട്ടുള്ളത്. വളരെ സ്വാദിഷ്ടമായ ഒരു ലഞ്ചാണ് നമുക്കിവിടെ ലഭിച്ചത്. സൂപ്പർ. നമ്മളിപ്പോൾ ടിറ്റ്ലീസിലെ ഏറ്റവും ടോപ്പിലാണുള്ളത്. ഇവിടെ ഷാരൂഖ് ഖാൻ്റെ ഒരു പോസ്റ്ററിന് മുന്നിലാണ് കൂടുതൽ ആൾക്കാരും ഇന്ത്യൻസൊക്കെ വന്നാൽ ഫോട്ടോ എടുക്കുന്ന ഒരു സ്പോട്ടാണിത്. നല്ല കാറ്റ്, തണുപ്പ്, -4 ഡിഗ്രി സെൻറ്റിഗ്രേഡാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ ടെമ്പറേച്ചർ. ഗ്ലൗസും കാപ്പുസെറ്ററും ഒക്കെ ഉണ്ടായിട്ട് നല്ല തണുപ്പാണ്. പക്ഷെ ഇത് വേറെ തന്നെ ഒരു ഫീലാണ്. സൂപ്പർ കാഴ്ച എന്ന് പറഞ്ഞാൽ പോരാ, ഭയങ്കര അടിപൊളി കാഴ്ച. ടിറ്റ്ലീസ് കൊടുമുടിയിലുള്ള ഗ്ലേഷ്യർ കേവ്സിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. 5000 വർഷം പഴക്കമുള്ള ഹിമപാളികളാണിവിടെ. ഈ യാത്ര അല്പം ഡേഞ്ചറസ് ആൻഡ് അഡ്വഞ്ചറസ് യാത്രയാണ്. എന്താണെന്ന് വെച്ചാൽ ഗ്ലേഷ്യർ ആയതിനാൽ സ്ലിപ്പാകാൻ സാധ്യതയുണ്ട്. പിന്നെ ഇവിടെ ഇടയ്ക്കിടെ ഫോട്ടോ സ്പോട്ടുണ്ട്. പക്ഷേ ഇതിനകത്തു കൂടെയുള്ള ഒരു നടത്തം അത് വേറെ തന്നെ ഒരു ഫീലാണ്. സൂപ്പർ. ഇതിനകത്ത് തണുപ്പാണെങ്കിൽ അതികഠിനമാണ്. ടിറ്റ്ലീസിൽ വന്നാൽ ആരും തന്നെ ഈ ഗ്ലേഷ്യർ കേവ്സ് മിസ് ചെയ്യാൻ പാടില്ല. അത്രയ്ക്ക് സൂപ്പറായിട്ടുള്ള ഒരു അനുഭവമാണ്. അടിപൊളി എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. അടിപൊളി. ഫോട്ടോഷൂട്ടിനൊക്കെ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലങ്ങൾ കുറേ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. കുറേ പേര് അവിടുന്ന് ഫോട്ടോ എടുക്കുന്നതും കാണുന്നുണ്ട്. എന്തായാലും ഒരു നല്ല അനുഭവം തന്നെ. അവിടെ മുന്നിലൊരു ഗ്ലാസ് ഡോർ കാണുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ കൂടിയാണ് നമ്മൾ പുറത്തേക്ക് പോകുന്നത്. ഇനി ഈ ഒരു ഗുഹയിൽ കൂടെ പോയാൽ ഇതാ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നതാണ് ക്ലിഫ് വാക്ക്. യൂറോപ്പിലെ ഏറ്റവും ഉയരം കൂടിയ തൂക്കുപാലാണിത്. സമുദ്രനിരപ്പിൽ നിന്ന് 3041 മീറ്റർ ഉയരത്തിൽ. ശരിക്കും ഒരു അതിസാഹസിക യാത്രയാണ്. അതികഠിനമായ തണുപ്പ്, അതോടൊപ്പം തൂക്കുപാലത്തിലൂടെയുള്ള യാത്ര. സൂപ്പർ എന്ന് പറഞ്ഞാൽ പോരാ, സൂപ്പർ ഡ്യൂപ്പർ. ഇവിടെ നിന്നുള്ള കാഴ്ചയാണെങ്കിൽ അതിഗംഭീരം. ഈ തൂക്കുപാലത്തിലൂടെ കയറി നടന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഐസ് ഫ്ലെയർ ഗ്ലേഷ്യർ ചെയർ ലിഫ്റ്റിൻ്റെ ടോപ്പ് സ്റ്റേഷനിലേക്കാണ്. 2006 ഇത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. നമ്മളിപ്പോൾ ഈ ചെയർ ലിഫ്റ്റിലിരുന്ന് ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സൂപ്പർ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഒരു വല്ലാത്തൊരു ടെൻഷനും ഉണ്ട്, പേടിയുണ്ട്. എന്നാൽ തന്നെ ഇതൊരു ഭയങ്കര ഒരു അനുഭവമാണ്. താഴെ മുഴുവൻ മഞ്ഞാണ് നമ്മൾ കാണുന്നത്. നമ്മളിപ്പോൾ മഞ്ഞിന് മുകളിൽ കൂടെ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കാലൊക്കെ ഇവിടെ ഒരു എന്താ പറയുക തൂങ്ങി കിടക്കുന്നത് പോലെ. ആകെയുള്ളത് ആ ഒരു ബാർ മാത്രം നമ്മുടെ മുന്നിലുള്ളത്. മറ്റൊരു ആസ്പദവും ഇല്ല. ഇതൊരു ഒന്നൊന്നര യാത്ര തന്നെ. എല്ലാ സീസണിലും ഈ ഐസ് ഫ്ലയർ ആക്ടിവിറ്റി ഉണ്ടാവും. പക്ഷേ കാണുന്ന കാഴ്ചകൾ മാറുമെന്ന് മാത്രം. കാണുന്നതാണ് ഐസ് ഫ്ലയറിൻ്റെ ചെയർ ലിഫ്റ്റ്. ടിറ്റ്ലീസിലെ കാഴ്ചകൾ ഏകദേശം കണ്ടു കഴിഞ്ഞു. ഇനി തിരികെ യാത്ര. പോകാൻ വലിയ ഇഷ്ടമില്ല, എങ്കിലും പോവാതിരിക്കാൻ പറ്റില്ലല്ലോ. സോ തിരിച്ച് പോകാം.
ഇനി അടുത്ത യാത്ര ലുസേണിലേക്ക്. ലുസേൺ സിറ്റി, കാപ്പൽ ബ്രിഡ്ജ്, ലയൺ മോണ്യുമെൻറ്റ് ഇതൊക്കെ കാണുന്നതിന് വേണ്ടിയാണ് അടുത്ത യാത്ര. പുൽമേടുകളിൽ ഇടയ്ക്കിടെ ആപ്പിൾ ട്രീസ് കാണാം. അങ്ങനെ നമ്മളിപ്പോൾ ലുസേൺ സിറ്റിയിൽ എത്തിയിരിക്കുകയാണ്. റിയൂസ് നദിയാണ് ഇവിടെ കാണുന്നത്. ലുസേൺ റെയിൽവേ സ്റ്റേഷൻ, ലുസേൺ സിറ്റിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. വലിയ കുറേ ബിൽഡിങ്സ് കാണാം. ഫെഡറൽ സുപ്രീം കോർട്ടാണ് ഇവിടെ മുന്നിൽ കാണുന്നത്. യൂറോപ്പിലെ ഏറ്റവും പഴക്കമുള്ള തടി കൊണ്ട് നിർമ്മിച്ച പാലമാണ് കാപ്പൽ ബ്രൂക്ക് എന്നും അറിയപ്പെടുന്ന ചാപ്പൽ ബ്രിഡ്ജ്. സെൻറ്റ് പീറ്റേഴ്സ് ചാപ്പലിൻ്റെ പേരിലാണ് ഈ പാലം അറിയപ്പെടുന്നത്. 204 മീറ്ററാണ് ഈ പാലത്തിൻ്റെ നീളം. പാലത്തിൻ്റെ ഏറ്റവും അറ്റത്തായി ഒരു ടവറുണ്ട്. ഒരു കാലത്ത് ജയിലും പീഡനമുറിയും ഒക്കെ ആയിരുന്ന ടവർ പിന്നീട് ട്രഷറിയായി ഉപയോഗിച്ചു. റിയൂസ് നദിക്ക് കുറുകെയാണ് ഈ പാലം. 17-ാം നൂറ്റാണ്ടിലെ നിരവധി ഇൻറ്റീരിയർ പെയിൻറ്റിങ്ങുകൾ ഇവിടെ ഉണ്ടായിരുന്നു. 1993 തീ പടർന്ന് പാലത്തിൻ്റെ ഭൂരിഭാഗവും കുറേ പെയിൻറ്റിങ്ങുകളും നശിച്ചുപോയി. പിന്നീട് അവയൊക്കെ പുനർനിർമ്മിച്ചു. സ്വിറ്റ്സർലൻഡിൽ ധാരാളം ടൂറിസ്റ്റുകൾ വരുന്ന ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് ഈ ചാപ്പൽ ബ്രിഡ്ജ്. ത്രികോണ ഫ്രെയിമുകളിലെ ഇവിടുത്തെ പെയിൻറ്റിങ്ങുകൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. അതുപോലെ പാലത്തിൻ്റെ ഇരുവശങ്ങളിലും പല നിറ പൂക്കളുള്ള ചെടികളാൽ വളരെ ആകർഷകമാക്കിയിട്ടുമുണ്ട്. ലുസേൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് നൈനിറ്റാളാണ്. സ്വിറ്റ്സർലൻഡിലെത്തുന്ന സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഒരു സുവനീറാണ് കുക്കു ക്ലോക്ക്. ജർമ്മനിയിലെ ബ്ലാക്ക് ഫോറസ്റ്റിലാണ് കുക്കു ക്ലോക്കിൻ്റെ നിർമ്മാണവും പരിണാമവും വികസനവും എല്ലാമെങ്കിലും സ്വിറ്റ്സർലൻഡ്, ഫ്രാൻസ്, ഓസ്ട്രിയ എന്നീ രാജ്യങ്ങളിലും കുക്കു ക്ലോക്കിന് ആരാധകർ ഏറെയാണ്. അടുത്തതായി നമ്മൾ പോകുന്നത് ഇവിടുത്തെ മറ്റൊരു പ്രശസ്ത ടൂറിസ്റ്റ് സ്പോട്ടായ ലയൺ മോണ്യുമെൻറ്റിലേക്കാണ്. മാരകമായി മുറിവേറ്റ സിംഹത്തിൻ്റെ ശില്പം. 1792 ഫ്രഞ്ച് വിപ്ലവകാലത്ത് കൊല്ലപ്പെട്ട സ്വിസ് ഗാർഡുകൾക്കുള്ള അനുസ്മരണമാണ് ഈ ലയൺ മോണ്യുമെൻറ്റ്. ലയൺ മോണ്യുമെൻറ്റിനെ കുറിച്ച് പ്രശസ്ത അമേരിക്കൻ എഴുത്തുകാരനായിരുന്ന മാർക്ക് ട്വെയിൻ പറഞ്ഞത് ദ മോസ്റ്റ് മോൺഫുൾ ആൻഡ് മൂവിങ് പീസ് ഓഫ് സ്റ്റോൺ ഇൻ ദ വേൾഡ് എന്നാണ്. സ്വിറ്റ്സർലൻഡിലെ സുന്ദര കാഴ്ചകൾ കണ്ട് മതിയായില്ല. എങ്കിലും തിരിച്ചു പോകാൻ സമയമായി. ഇനി യാത്ര ജർമ്മൻ ഭാഷ സംസാരിക്കുന്ന ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യമായ ലിച്ചൻസ്റ്റൈനിലേക്ക്. ലിച്ചൻസ്റ്റൈനിലെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ബൈ.